ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് ആക്ച്വലി വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണ്ടേ, അങ്ങനെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഞാൻ എനിക്കൂടെ ഫ്രണ്ടുണ്ട്. ആ ഫ്രണ്ടിനെ സെറ്റ് ചെയ്ത് ആക്ച്വലി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ചെറിയ മഴയത്ത് ഇങ്ങനെ സൈഡിലൊക്കെ ഇരിക്കുന്നു. ഇങ്ങനെ ബസ് കാത്തിരിക്കുകയാണ്. ഇവിടുന്ന് ബസ്സിൽ പോകും, ട്രെയിനിൽ മെട്രോയിൽ പോകണം. ഫുഡ് കഴിക്കാൻ സ്പോട്ടിൽ പോകത്തി പാടാണ്. അതായത് ബസ്സിൽ കയറി. ആക്ച്വലി ബസ് നല്ല റഷാണ്, കാരണം വെള്ളിയാഴ്ച ഈവനിങ് അല്ലേ, എല്ലാ ആൾക്കാരും വീട്ടിലോട്ട് വരില്ല. പക്ഷേ ഇവിടുത്തെ ബസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി എ സിയാണ്. എല്ലാ ബസ്സും സെൻട്രലൈസ്ഡ് എ സി സെറ്റപ്പാണ്. പക്ഷേ ലാഭമാണ്, കാരണം ഞാൻ ഒരു 4 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് എനിക്ക് ആകെ 12 രൂപയാണ്. ഇത് ഫുള്ള് എ സി ബസ്സിൽ നമ്മൾ തുടങ്ങി എത്ര രൂപ തന്നെ. ഗേൾസിനാണെങ്കിൽ ഹാഫാണ്. എത്രയാണ് ഒരിക്കലും ഹാഫ് റേറ്റ് കൊടുത്താൽ മതി. അത് നല്ല ലാഭമാണ്. ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സാണിത്, മഹാരാഷ്ട്രയുടെ ഗവൺമെൻറ് ബസ്. ഇതാണ് ബസ്. കർഗറിലെ റെയിൽവേ സ്റ്റേഷനിലെ ബസ്സിൻ്റെ സ്റ്റോപ്പാണിത്. ഫുള്ള് കറുത്തൊക്കെ ഇരിപ്പുണ്ട്. അത് എ സിയുടെ വെൻറ്റും കാര്യങ്ങളാണ്. ഇവിടെ തന്നെ ചാർജിങ് പോർട്ടും കാര്യങ്ങളുണ്ട്. കണ്ടാ, വന്നിട്ട് ഇവിടെ ബസ് ഇവിടെ ചാർജ് ഇടുന്നു, എന്നിട്ട് അടുത്ത റൂട്ടാകുമ്പോൾ എടുത്തുകൊണ്ട് പോകുന്നു. നല്ല ഇതാണ്, ഫുള്ള് സെൻട്രലൈസ്ഡ് ബസ്. റേറ്റും ചീപ്പാണ്. ഇതാണ് ഞാൻ വന്ന ബസ്. ഞാൻ വന്നത് സെക്ടർ 15 ടു കർഗർ റെയിൽവേ സ്റ്റേഷൻ. ഇതാ റെയിൽവേ സ്റ്റേഷൻ എത്തി. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ അകത്തോടെ തന്നെ ഓവർ ബ്രിഡ്ജുണ്ട്, നടന്ന് പോവാം. ഇതെന്ന് പറഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മണ്ടയിലുള്ള പാർക്കിംഗ് ആണ് ആക്ച്വലി. ഇതാണെങ്കിൽ ഇതുണ്ട്, ഹൈവേ വഴി കയറി, ഇതാണെങ്കിൽ എസ്കലേറ്റർ ഇതുവഴി കയറി മേളിൽ അതായത് റെയിൽവേ സ്റ്റേഷൻ മണ്ടയിൽ കാർ പാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഫെസിലിറ്റീസ് നമ്മുടെ നാട്ടിൽ നിന്ന് എന്ത് രസമായിരിക്കും. ഇതങ്ങനെ എൻ്റെ അകത്തൂടെ മറ്റേ ഫുഡ് ഓവർ ബ്രിഡ്ജില്ലേ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി മഴ നനയാണ്ട് വെയിലും കൊണ്ടാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോടെ തന്നെ ഫുഡ് ഓവർ ബ്രിഡ്ജ് കയറി അടുത്ത ഇതിലോട്ട് പോകും. ആക്ച്വലി അവിടെ 1.5 കിലോമീറ്റർ ലെങ്ത്തിൽ ഈ ഫുഡ് ഓവർ ബ്രിഡ്ജ് ഉണ്ട്. നമുക്കിങ്ങനെ നടന്ന് പോവാം. ഇതെൻ്റെ മണ്ടേ എന്നുള്ള വ്യൂ ആണ്. ആക്ച്വലി മണ്ടേ എന്ന് പോകുമ്പോൾ ആ ഹൈവേ കാണാൻ പറ്റും. ഇത് പൻവേൽ കർഗർ ഹൈവേ, മുംബൈ ഹൈവേ ആണ്. നല്ല രസമല്ലേ കാണാൻ. ഇതാണ് ഫുഡ് ഓവർ ബ്രിഡ്ജാണ്. ഇതുവഴി നടന്ന് ആക്ച്വലി ഞാൻ നോക്കുമ്പോൾ 1.5 കിലോമീറ്റർ ലെങ്ത്തിൽ ഈ സാധനമുണ്ട്. എന്ത് രസമാണ്. എന്ത് നല്ല ഫെസിലിറ്റിയാണ് ആക്ച്വലി. നമുക്ക് മഴ നനയേണ്ട, കാറ്റുള്ള, ഇതിൻ്റെ എത്ര മഴയും കാറ്റും എന്ന് പറഞ്ഞാൽ ഇതിലൂടെ സുഖമായിട്ട് നടന്നു പോകാം. ഇതിനൊക്കെ ഓരോ സൈഡിൽ എക്സിറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ കയറി ഒരു 300 മീറ്റർ ആകുമ്പോൾ എക്സിറ്റ്, കാരണം എനിക്ക് ഇവിടെയാണ് ആദ്യം പോയി അവനെ വിളിക്കാനുള്ളത്, ഫ്രണ്ടിൻ്റെ അടുത്ത് പോകണം. എന്നിട്ട് ഇവിടെ നമ്മൾ രണ്ടുകൂടെ ഒത്തു പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ എക്സിറ്റ് വഴി തന്നെ ഇറങ്ങി പോവുകയാണ്. ആ എക്സിറ്റ് നോക്കിയാൽ നല്ല രസമുണ്ട്. ഇത് ഇപ്പോൾ എസ്കലേറ്റർ വേണമെന്നില്ല, ഇത് മതി, നടന്നിറങ്ങി പോവാം. സിമ്പിളാണ്. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് ഇത് വരേണ്ട കാലം കഴിഞ്ഞു. എന്നേ വരണം. എന്ത് രസമോ ആ സൈഡ് കൂടെ കണ്ട, ലെങ്ത്ത് കണ്ട, നിങ്ങൾ കണ്ട, കാണാൻ പറ്റുന്നില്ല നമുക്ക് അതിൻ്റെ എഡ്ജ്. അതായത് ഞാൻ ഗൂഗിളിൽ നിന്നപ്പോൾ 1.5 കിലോമീറ്റർ ഉണ്ട്. ഈ ഒരു ഇത് മാത്രം 1.5 കിലോമീറ്റർ ഇങ്ങനെ ഇത്രയും നടക്കാൻ പറ്റുമെങ്കിൽ എന്ത് രസമാണ്. അങ്ങനെ അവനുമായിട്ട് വന്നത് നമ്മൾ കഴിക്കാനായിട്ട് വന്നിരിക്കുക. ഇത് ആക്ച്വലി നമ്മൾ ചോല പൊട്ടിരി കഴിക്കാൻ വന്നിരിക്കുക. അപ്പോൾ പുള്ളി ഇരുന്ന് ക്യാബേജ് കട്ട് ചെയ്യാൻ നോക്കിയത് എന്ത് രസമാണ്. പടപടപടാന്ന് കട്ട് ചെയ്യും. സിമ്പിൾ സെറ്റപ്പാണ്. പക്ഷേ ഈ കടക്കാർ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, കട്ട് ചെയ്യുന്നത് ഇനി കുറച്ച് നേരം ആ ക്യാബേജ് കട്ട് ചെയ്യുന്ന സൗന്ദര്യം നോക്കിക്കൊണ്ടിരുന്ന് അടുത്തതായി ഇവിടെ അവൻ്റെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും. നമുക്ക് ചോലെ ഭട്ടൂരയ്ക്കുള്ള എണ്ണ അവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചോലെ ഭട്ടൂർ റെഡി. ആകെ 2 ചോലെ ഭട്ടൂരയും കൂടെ 70 രൂപയാണ്. ആക്ച്വലി ഞാൻ പിന്നെ ഒരു എക്സ്ട്രാ ഭട്ടൂരയും കൂടെ വാങ്ങിച്ചത്, അതായത് ഒരു പൂരിയും കൂടെ വാങ്ങിച്ചത്, അതിന് 20 രൂപ എക്സ്ട്രാ. ടോട്ടൽ 90 രൂപയാണ് ഇത് കിട്ടിയത്. പക്ഷേ ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കണക്കല്ല. ആക്ച്വലി നമ്മുടെ നാട്ടിലൊക്കെ ചോല ഭട്ടൂര കിട്ടും, പക്ഷേ അതിനൊക്കെ എൻ്റെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ചോല ഭട്ടൂര വരുന്നത് ചോലയും വരും, കടലക്കറിയും, പിന്നെ ശകലം നാരങ്ങ മാങ്ങയോടെ മിക്സ് ചെയ്ത് അച്ചാറാണ്, പിന്നെ ശകലം ഉള്ളി. ഇതാണ് ഈ കോംബോ എന്ന് പറഞ്ഞത്. ആക്ച്വലി നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ തന്നെ ചിന്തിച്ചു, നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഇത്തിരി ടേസ്റ്റ് കിട്ടാറില്ല. ഈ വെറൈറ്റി അവരെ ഒരു സ്റ്റൈൽ ഓഫ് ടേസ്റ്റ് അങ്ങനെ ആസ്വദിച്ച് ചോല ഭട്ടൂര ഇതിനൊത്തിച്ച് ഉച്ചയായിട്ടെടുത്ത് കഴിച്ചുകൊണ്ടിരുന്നത്. ആക്ച്വലി നല്ല ചൂടാണ്. ചോല ചൂട് ഭട്ടൂര രണ്ടും നല്ല ചൂടാണ്. ചോദിച്ച് നുള്ളി ഞാനും അവനോട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ആക്ച്വലി ഒരു രസമായി. ഇവനിങ്ങനെ വെള്ളിയാഴ്ചയൊക്കെ ഇറങ്ങി ഇങ്ങനെ ഒന്ന് കറങ്ങിയൊക്കെ പോയി ചോല ഭട്ടൂരെ കഴിച്ച് ഇതായിട്ട് വരാം. ആക്ച്വലി നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക പുറത്ത്. ആ മഴയത്ത് നല്ല മഴയത്താണ് ഇപ്പോൾ ചൂട് ചോല ഭട്ടൂര കഴിക്കാൻ എന്ത് രസമാണ്. അത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നി. അങ്ങനെ നമ്മൾ അടുത്തൊരു വേഫേഴ്സിൻ്റെ ഇത് കണ്ടു, അങ്ങനെ അവിടെ പോയതാണ്. ആക്ച്വലി നല്ല അഫോർഡബിളാണ്. നമ്മളിപ്പോൾ വാങ്ങിച്ചത് കുനാഫ പിസ്താഷ്യൂ മിനി കേക്ക് ബോൾ. അതായത് ഒരു ബോളിൻ്റെ അകത്ത് അടി ലെയറിങ് ആയിട്ട് കുനാഫ വരും, മുകളിൽ പിസ്താഷ്യവും ചോക്ലേറ്റ് ഇട്ടൊരു മുകളിൽ ക്രീം ഓടിട്ട് തരും. പക്ഷേ ആക്ച്വലി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കഴിച്ച് ആക്ച്വലി 170 നല്ല പുറത്ത്. എനിക്ക് ഇനിയിപ്പോൾ ട്രൈ ചെയ്യണമെന്നുണ്ട്. ഒറ്റയ്ക്ക് കഴിച്ച് നമ്മൾ രണ്ടുകൂടെ കഴിച്ചപ്പോൾ തന്നെ ഹാഫ് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല മത്തായി. ഞാൻ പിന്നെ ഒരു ഷവർമ കഴിക്കണമെന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുന്നത്, പക്ഷേ ഇത് കഴിച്ചത് ഹെവി ആയിപ്പോയി. നല്ല രസമാണ്. മറ്റേ കുനാഫ അടിയിൽ ബേസ് വരുന്നു, ബാക്കി പിസ്താഷ്യയും ചോക്ലേറ്റോടെ മേളിൽ ടോപ്പിംഗ് ആയിട്ടിരുന്ന നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എന്തും ടേസ്റ്റായിരുന്നു അറിയാമോ. എനിക്ക് ഒന്നുകൂടെ പറ്റിയതേ കഴിച്ചിട്ടുണ്ട്. പക്ഷേ എന്നോട് വയറ് അനക്കാൻ വയ്യ. അവസാനം ഞാനോടത് വടിച്ച് തീർത്ത്. കണ്ട, ഫുള്ള് വീട്ടിലായിരുന്നു കൈ വെച്ച് വടിച്ചേനെ. പിന്നെ അവിടെ ഒരു മേള ഉണ്ടായിരുന്നു, അവിടെ അതും കയറി കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഗുഡ് നൈറ്റ്, ബൈ ബൈ.